എൻ്റെ കോളേജ് ലൈഫിലെ പോളറോയിഡ്സ് കളക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ. ഇതെന്ന് ഞാനിപ്പോൾ തപ്പിത്തിരയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടെ എടുത്തിട്ടുള്ള ആ ഒരു ഫേവറേറ്റ് ഫോട്ടോയാണ്. ഇതൊന്ന് ഫ്രെയിം ചെയ്ത് വെക്കണമെന്ന് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു. ഇത് ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പൂജയാണ്. പൂജ എൻ്റെ കോളേജിലെ ബെസ്റ്റ് ഫ്രണ്ടാണ്. സംഭവം നമ്മൾ 3 വർഷം ഒരുമിച്ചൊരു ക്ലാസ്സിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിലും തേർഡ് ഇയർ എത്തിയ സമയത്താണ് ഞാൻ പൂജനെ നന്നായിട്ട് പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതും ഒക്കെ. കോളേജ് അവസാനിക്കാനായിട്ട് ഏകദേശം ഒരു 3 മാസം കൂടെയൊക്കെ ബാക്കിയുള്ളപ്പോഴാണ് നമ്മൾ ആക്ച്വലി ക്ലോസ് ആവുന്നതും ബെസ്റ്റ് ഫ്രണ്ട്സ് ആകുന്നതും ഒക്കെ. അതുകൊണ്ട് ഒരുമിച്ച് ഒരുപാട് അടിപൊളി കോളേജ് മെമ്മറീസ് ഒന്നും ഇല്ല. പക്ഷെ സത്യം പറഞ്ഞാൽ അന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അതുപോലെ തന്നെ നിലനിൽക്കും എന്നുള്ളത്. അത് മാത്രമല്ല ഓരോ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിയുന്നതിനനുസരിച്ച് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആവുകയാണ്. എന്നെപ്പോലെ തന്നെ അല്ലെങ്കിൽ എന്നെക്കാട്ടും ഡെലീഷണൽ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ അവള്. നമ്മുടെ അതേ ഒരു വൈബുള്ള ആളെന്ന് പറയുമല്ലോ. പിന്നെ അത് മാത്രമല്ല എന്ത് കാര്യം ആയിക്കോട്ടെ ഒട്ടും ജഡ്ജ്മെൻറ്റിലല്ലാതെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ് കേട്ടോ അത്. എന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്ന അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അവൾ. അതുമാത്രമല്ല നമ്മളൊക്കെ ഇങ്ങനെ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്ത് അൺമോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പുറകുന്നൊരു പുഷ് തന്നിട്ട് നിന്നെക്കൊണ്ട് പറ്റുമെന്ന് പറയുന്ന ആ ഒരു ഫ്രണ്ടില്ലേ, അങ്ങനെ ഒരു ഫ്രണ്ടാണ് കേട്ടോ അവൾ എനിക്ക്. പിന്നെ 3 മാസം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ കല്യാണമാണ്. കല്യാണം കഴിഞ്ഞാലും അല്ലെങ്കിൽ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നു കഴിഞ്ഞാലും നമ്മുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ അതുപോലെ തന്നെ നിലനിൽക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ പഴയതുപോലെ ഹാങ് ഔട്ട് ചെയ്യാനും മീറ്റ് ചെയ്യാനും സംസാരിക്കാനൊന്നും പറ്റിക്കോളണമെന്നില്ല ജീവിത സാഹചര്യങ്ങൾ കൊണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു കണക്ഷൻ വിട്ടുപോകരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഒരുപാട് പേര് പറയണ കേട്ടിട്ടുണ്ട് നമ്മളെ 20s ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത്. സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എൻ്റെ 20s എനിക്ക് നല്ല നല്ല ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളുമാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിൻട്രസ്റ്റിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും അവളെ കാണുന്ന സമയത്ത് അവൾക്കിത് ഗിഫ്റ്റായിട്ട് കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.